കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ തെളിവെടുപ്പ്. പ്രതി അഖിൽ സി വർഗീസുമായാണ് തെളിവെടുക്കുന്നത്. 2,40,00,000 രൂപയാണ് പെൻഷനിൽ നിന്ന് പ്രതി തട്ടിപ്പ് നടത്തിയത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, ഇന്ന് ഈ നഗരസഭയിലടക്കം എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ നിലയിലാണോ നടപടികൾ? ഗോകുൽ, തീർച്ചയായിട്ടും അല്പസമയം മുമ്പാണ് ഈ അഖിൽ സി വർഗീസിനെ കോട്ടയം നഗരസഭയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഇത് പുറത്തു വന്ന് ഏകദേശം 1 വർഷമാകുമ്പോഴാണ് അറസ്റ്റിലാകുന്നത്. കഴിഞ്ഞ വർഷം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് അഖിൽ സി വർഗീസ്. അതിനുശേഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. തുടർന്നാണ് വിജിലൻസിന്റെ പക്കലേക്ക് ഈ കേസ് വരുന്നത്. വിജിലൻസ് ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് അഖിൽ സി വർഗീസിനെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് പിടികൂടുന്നതും. അന്ന് പിടികൂടുമ്പോൾ തന്നെ ഈ സ്വത്ത് വിവരങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2,40,00,000 രൂപ എവിടേക്കാണ് മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് 7 സെന്റ് സ്ഥലം വാങ്ങി, സ്വർണം വാങ്ങി, വാഹനങ്ങൾ വാങ്ങി, ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പൂർണ്ണമായിട്ടും ഈ 2,40,00,000 രൂപ എവിടേക്ക് ചെലവഴിച്ചു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ലഭിക്കണം. അതുപോലെ തന്നെ ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി ലഭിക്കേണ്ടതുണ്ടായത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കോട്ടയം നഗരസഭയിൽ കൊണ്ടുവന്ന് അവിടുത്തെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ക്രമക്കേട് നടത്തിയത്, ഫണ്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി അഖിൽ സി വർഗീസിനോട് അന്വേഷണ സംഘം ചോദിച്ച് അറിയുന്നത്. എന്തായാലും 7 ദിവസമാണ് കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പണം എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അതിന്റെ അന്വേഷണമാണ്, തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷക്കാലം 2020 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത്. അപ്പോൾ അത്രയും നാളത്തെ രേഖകളടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. ഗൂഗിൾ. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയ. അഖിൽ സി വർഗീസിൽ നിന്ന് നേരിട്ട് 2,40,00,000 എങ്ങനെ തട്ടിയെടുത്തു, അതിൻ്റെ വഴി എന്ത് സാങ്കേതിക സംവിധാനങ്ങളിൽ എങ്ങനെയാണ് ഈ തിരിമറി നടത്തിയത് എന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘം.